ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന രഞ്ജീസ് മാജിക് ബാറ്റ് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ 2ാം ഭാഗമാണ്. അപ്പോൾ 1ാമത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The school sports club has decided to felicitate Renji on his achievement in cricket. Consider the following points while you prepare a felicitation speech. അപ്പോൾ ഇവിടെ ഒരു ആശംസകൾ അർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ആശംസാ പ്രസംഗം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അല്ലെ ഫെലിസിറ്റേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വേണ്ടത് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ് ടു ബിഗിൻ വിത്ത്. അപ്പോൾ നല്ലൊരു ഗ്രീറ്റിംഗ് എല്ലാവർക്കും കൊടുക്കുക. ഉദാഹരണത്തിന് ഇവിടെ ഗുഡ് മോർണിംഗ്, അതുപോലെ തന്നെ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ ഈ രീതിയിലുള്ള നല്ലൊരു അഭിസംബോധന ആദ്യം കൊടുക്കുക. ഇനി കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്പീച്ച്, ഈ സ്പീച്ച് പറയാനുണ്ടാവുന്ന സാഹചര്യത്തെക്കുറിച്ച് പറയുക. അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡിസ്റ്റിങ്ഷൻസ് ഗെയിൻഡ്, അപ്പോൾ ഇവിടെ എന്താണ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആശംസാ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഫെലിസിറ്റേഷനിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്താണ് ഫെലിസിറ്റേഷൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫെലിസിറ്റേഷൻ സ്പീച്ച് ഈസ് ഡെലിവേർഡ് ഇൻ റെക്കഗ്നീഷൻ ഓഫ് എ പേഴ്സൺസ് അച്ചീവ്മെൻറ്റ്സ്. ഒരു വ്യക്തിയുടെ നേട്ടത്തെ കുറിച്ച് പറയാനാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആശംസാ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പീച്ച് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പീച്ച് കംപ്ലീറ്റ് ആക്കാം. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് വിത്ത് ഇമെൻസ് പ്രൈഡ് ആൻഡ് ജോയ് ദാറ്റ് വി ഹാവ് ഗാദേർഡ് ഹിയർ ടുഡേ ടു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ബാക്കിയുള്ള ഭാഗം നമ്മളിവിടെ എഴുതി ചേർക്കണം. അപ്പോൾ ഇവിടെ റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് എഴുതി ചേർക്കേണ്ടത്. Celebrate our talented cricketer Renji for his outstanding performance in the recent tournament. Your hard work and dedication have truly paid off and we are all so proud of you. ഇപ്പം ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആണ് ഇവിടെ രഞ്ജി കാഴ്ചവെച്ചിരിക്കുന്നത്. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. Dear Renji, on behalf of our school, I would like to congratulate you on this occasion. അപ്പോൾ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ അവസരത്തിൽ. Your achievements have inspired us all and shown us what determination and practice can achieve. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഈ രഞ്ജിയിൽ നിന്ന് മനസ്സിലാവുന്നത്. You have set a wonderful example for your classmates and let's not forget the lesson you have taught us today. ഇന്ന് പഠിപ്പിച്ച കാര്യം നമുക്ക് മറക്കാതിരിക്കാം. എന്താണ്? It's not just about the bat, it is about the magic within the batsman. അപ്പോൾ ബാറ്റ് അല്ല പ്രധാനം, ബാറ്റ്സ്മാൻ്റെ കോൺഫിഡൻസ് ആണ് പ്രധാനം. അതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. That counts. Your confidence, spirit and teamwork are what truly make you a champion. Congratulations once again Renji. We can't wait to see what you achieve next. Have a nice day. Thank you. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ച് എഴുതി പൂർത്തിയാക്കാൻ കഴിയും. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Here is an excerpt from the running commentary of a test cricket match between England and Australia. അപ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ കമൻട്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജെയിൻ ആൻഡ് മായ ആർ ഗിവിങ് എ കമൻട്രി ഓഫ് ദ ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ടൗൺ മോഡൽ സ്കൂൾ ആൻഡ് ഡൽഹി സ്കൂൾ. അപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. അത് ടൗൺ മോഡൽ സ്കൂളും ഡൽഹി സ്കൂളും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ചാണ്. അപ്പോൾ അവിടെ ഈ കമൻട്രി പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ജെയിനും മായയുമാണ്. അപ്പോൾ അവരെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജെയിൻ പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. We are live at the bustling cricket ground where the much awaited annual cricket match between Town Model School
and Delhi school is about to begin. The atmosphere here is electric, with supporters from both schools creating a vibrant and colorful scene. It's sure to be an exciting show. അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് മാച്ചാണ്. അത് ടൗൺ മോഡൽ സ്കൂളും അതുപോലെ തന്നെ ഡൽഹി സ്കൂളും തമ്മിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. രണ്ട് സ്കൂളിൻ്റെയും സപ്പോർട്ടിങ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ കമൻറ്റേറ്റർ ആയിട്ടുള്ള ജെയിൻ അപ്പോൾ പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട്ലി ജെയിൻ അല്ല, രണ്ടാമത്തെ കമൻറ്റേറ്റർ ഇവിടെ മായയാണ്. അപ്പം മായ പറയാണ്, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ് ജെയിൻ, അബ്സല്യൂട്ട്ലി ജെയിൻ. പിന്നെ മായ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. മായ പറയുന്നതായിട്ട്, അബ്സല്യൂട്ട്ലി ജെയിൻ, ദ എക്സൈറ്റ്മെൻറ്റ് ഈസ് പാൽപ്പബിൾ ആസ് ബോത്ത് ടീംസ് ടേക്ക് ദർ പൊസിഷൻസ്. Town Model School has its star player, Renji, known for his incredible batting skills, ready to make an impact. The crowd is buzzing with anticipation. അപ്പോൾ ഇവിടെ ഈ വിവരങ്ങളൊക്കെ നമുക്ക് പറയാം. ടൗൺ മോഡൽ സ്കൂളിൽ രഞ്ജി എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്, നല്ല കഴിവുള്ള ബാറ്റ്സ്മാനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കമൻട്രിയിൽ പറയുകയാണ്. As the players line up, you can see the confidence in their eyes. Delhi school looks determined as well, especially their captain. അതുപോലെ ഡൽഹി സ്കൂളിൻ്റെ ആണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ അല്ലേ, ആൾ നല്ല സ്ട്രോങ് ആണ്. ഹു ഹാസ് ബീൻ ഇൻ ഗ്രേറ്റ് ഫോം ദിസ് സീസൺ. നല്ല ഫോമിലുള്ള ആളാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫാസിനേറ്റിംഗ് ടു സീ ഹൗ ദേ മാച്ച് അപ്പ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഈ മത്സരം എന്താവും എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കമൻട്രിയിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. The weather is perfect for a game of cricket today. With clear skies and gentle breeze, we can expect some fantastic play. Both teams have trained hard and each player knows the importance of this match. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ചാണ്. രണ്ട് ടീമുകളും വളരെ നന്നായിട്ട് ഇതിനു വേണ്ടി പരിശീലനം നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ് സീ ഹൗ ഇറ്റ് അൺഫോൾഡ്സ്, എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇത് കമൻട്രി ഭാഗങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇമാജിൻ യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ സം ലോക്കൽ സ്പോർട്സ് പേഴ്സണാലിറ്റി. അപ്പോൾ ഒരു സ്പോർട്സ്മാനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹു മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ സ്പോർട്സ് പേഴ്സൺ? നിങ്ങളെ ഒരു സ്പോർട്സ്മാൻ ആവാൻ പ്രചോദനം നിങ്ങൾക്ക് തന്നത് ആരാണ്? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രചോദനം നൽകിയത്? വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ സ്പോർട്സ് പേഴ്സൺ? ഇനി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യാം. ക്യാൻ യു ഷെയർ എനി ചാലഞ്ചസ് യു ഫേസ്ഡ് ഇൻ യുവർ ജേർണി ആൻഡ് ഹൗ യു ഓവർകെയിം ദാറ്റ്? നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു സ്പോർട്സ്മാൻ ആവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടോ? അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ മറികടന്നത്? ഹൗ ഡു യു ബാലൻസ് യുവർ ട്രെയിനിങ് വിത്ത് യുവർ സ്റ്റഡീസ് ഓർ അതർ റെസ്പോൺസിബിലിറ്റീസ്? അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പഠിത്തം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് ഇതിനോടൊപ്പം കൊണ്ടുപോയത്? വാട്ട് ക്വാളിറ്റീസ് ഡു യു തിങ്ക് ആർ എസെൻഷ്യൽ ഫോർ സക്സസ് ഇൻ സ്പോർട്സ്? അപ്പോൾ സ്പോർട്സിൽ വിജയിക്കാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു അസ്പയറിംഗ് അത്ലീറ്റ്സ് ഹു വാണ്ട് ടു ഫോളോ ഇൻ യുവർ ഫുഡ് സ്റ്റെപ്സ്? അപ്പോൾ നിങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന കായിക താരങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഇതേപോലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. മിസ്റ്റർ കുമാർ ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലേയേഴ്സ് ആൻഡ് ഹി തോട്ട് Renji വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ. Here are some instructions Mr. Kumar might have given Renji. അപ്പോൾ മിസ്റ്റർ കുമാർ രഞ്ജിക്ക് കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ചില നിർദ്ദേശങ്ങൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. കീപ് ദിസ് ബാറ്റ് ആൻഡ് വാച്ച് യുവർ ഫീറ്റ് വെൻ യു ഫേസ് ഫാസ്റ്റ് ബൗളേഴ്സ്. അപ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ബാറ്റും അതുപോലെ നിങ്ങളുടെ കാലും ശ്രദ്ധിക്കുക. പ്രാക്ടീസ് ഡ്രൈവ്സ് ആൻഡ് കട്ട്സ് ഫോർ an hour every day. എല്ലാ ദിവസവും ഈ ബാറ്റിങ്ങിൻ്റെ ഡ്രൈവ് ചെയ്യുന്നതും അതുപോലെ കട്ട് ചെയ്ത് ബോൾ ഹിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. വർക്ക് ഓൺ യുവർ ടൈമിംഗ് വെൻ പ്ലേയിങ് ഷോട്ട്സ്. ടൈമിംഗ് ശ്രദ്ധിക്കുക. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ദം. ഡോണ്ട് റൺ ടു ഫാസ്റ്റ് വെൻ യു ആർ ബൗളിംഗ്. സ്റ്റേ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് ഓൺ ദി ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരിക്കാം?
കീപ് ഡോർ ക്ലോസ്ഡ്, വാതിൽ അടച്ചു വെക്കുക. കീപ് യുവർ ഹാൻഡ്സ് ക്ലീൻ, കീപ് ഡിസ്റ്റൻസ് ഫ്രം വൈൽഡ് ആനിമൽസ്. ഇങ്ങനെ ഇതേപോലെ ഇൻസ്ട്രക്ഷൻസ് കീപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒരു 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കീപ് യുവർ റൂം ടൈഡി, നിങ്ങളുടെ മുറി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കീപ് ദ വോളിയം ലോ ഇൻ ലൈബ്രറീസ്, ലൈബ്രറിയിൽ ശബ്ദം കുറയ്ക്കുക. കീപ് പെറ്റ്സ് ഓൺ എ ലീഷ്, അല്ലേ, മൃഗങ്ങളെ ചങ്ങലയിലിട്ട് വളർത്തുക, കൊണ്ടു നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം, ലെറ്റ് us മേക്ക് സം സെൻറ്റൻസ് യൂസിങ് ഡോണ്ട്, അല്ലേ. ഡോണ്ട് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാം, ഓരോ ചിത്രവും ക്രോസ് ആയിട്ട് ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ചെയ്യരുതെന്നാണ്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. രണ്ടാമത്തത് ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പിക്ക് ഫ്ലവേഴ്സ്. മൂന്നാമത്തത് ഡോണ്ട് ലിറ്റർ, അല്ലേ, സാധനങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ കൊണ്ടുപോയി വലിച്ചു വാരിയിടരുത്. അടുത്തത് ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ഫോൺസ്, അല്ലെ, ഫോൺസ് ഇൻ ക്ലാസ്. അടുത്തത് ഡോണ്ട് ടോക്ക് ഡ്യൂറിങ് എക്സാംസ്. ഡോണ്ട് ലീവ് ദ ടാപ്പ് റണ്ണിങ്, അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടാപ്പ് പൂട്ടുക. അതുപോലെ പരീക്ഷാ ഹാളിൽ സംസാരിക്കാൻ പാടില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഫ്രെയിം സം ഇൻസ്ട്രക്ഷൻസ് യൂസിങ് അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷുർ, ലിസൺ ആൻഡ് ഫോളോ. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺസ് വൈൽ ഡ്രൈവിംഗ്, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സെൻറ്റൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അവോയ്ഡ് യൂസിങ് പ്ലാസ്റ്റിക് ബാഗ്സ് വെൻ ഷോപ്പിംഗ്, ഷോപ്പിങ്ങിന് പോകുമ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ, ബാഗുകൾ ഉപയോഗിക്കാതിരിക്കുക. റിമെമ്പർ ടു ബ്രിങ് യുവർ വാട്ടർ ബോട്ടിൽ ടു സ്കൂൾ. ചെക്ക് യുവർ എക്യുപ്മെൻറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് എനി സ്പോർട്സ് ആക്ടിവിറ്റി. Ensure you wear a helmet while riding a bicycle. Listen to your coach's instructions during practice. Follow safety guidelines while playing games. അപ്പോൾ ഈ എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നോട്ടീസ് ബോർഡിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് നമ്മൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുവർ സ്കൂൾ ഈസ് ഹോസ്റ്റിംഗ് ആൻ ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച്. അപ്പോൾ സ്കൂൾ തലത്തിൽ ഒരു ഫുട്ബോൾ മാച്ച് നടത്തുകയാണ്. അപ്പോൾ നിങ്ങളാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ചില ഇൻസ്ട്രക്ഷൻസ്, ഈ മത്സരത്തിൻ്റെ തലേ ദിവസവും ആ ദിവസവും കൊടുക്കാൻ പറ്റുന്ന ചില ഇൻസ്ട്രക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കൊടുക്കാൻ പറ്റിയ ഇൻസ്ട്രക്ഷൻസ് മുകളിൽ കൊടുത്തിരിക്കുന്നു. സബ്മിറ്റ് യുവർ രജിസ്ട്രേഷൻ ഫോം ഇൻ ടൈം, സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം കൊടുക്കണം. പേ ദ രജിസ്ട്രേഷൻ ഫീസ്. അറ്റൻഡ് ദ ടീം ബ്രീഫിംഗ് സെഷൻ ഓൺ ദ ഷെഡ്യൂൾ ഡേറ്റ്. അപ്പോൾ ടീം ബ്രീഫിംഗ് സെഷൻ ഉണ്ട്, അതിൽ പങ്കെടുക്കണം. ചെക്ക് ദ മാച്ച് ഷെഡ്യൂൾ ആൻഡ് ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത് ദ ഗെയിം റൂൾസ്. അപ്പോൾ ഇതിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ അതിൻ്റെ ടൈം ശ്രദ്ധിക്കണം. എൻഷുർ ടു ബ്രിങ് യുവർ ഓൺ സ്പോർട്സ് ഗിയർ ആൻഡ് വാട്ടർ ബോട്ടിൽസ്. അപ്പോൾ നിങ്ങളുടെ ഐറ്റത്തിൻ്റെ സ്പോർട്സ് ഐറ്റത്തിന് ആവശ്യമായ സാധനങ്ങളും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും കൊണ്ടുവരണം. ഇനി ആ ദിവസം നമുക്ക് പറയാൻ പറ്റുന്ന ചില സെൻറ്റൻസുകൾ താഴെ കൊടുത്തിരിക്കുന്നു. അറൈവ് ഇൻ ടൈം, കൃത്യസമയത്ത് എത്തുക. ഫോളോ ദ സേഫ്റ്റി ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ. വെയർ അപ്രോപ്രിയേറ്റ് സ്പോർട്സ് അറ്റയർ ആൻഡ് ഫുട് വെയർ. ബ്രിങ് യുവർ ഓൺ വാട്ടർ ബോട്ടിൽ ടു സ്റ്റേ ഹൈഡ്രേറ്റഡ്. വാം അപ്പ് ബിഫോർ ദ മാച്ച് ടു പ്രിവെൻറ്റ് ഇഞ്ചറീസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. കൊളോക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൊളോക്കേഷൻസ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന ചില വേർഡ്സാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ വേർഡ് ടേക്ക് ഈസ് ഓൾസോ യൂസ് വിത്ത് അതർ വേർഡ്സ് ഇൻ സിമിലർ വേസ് സച്ച് ആസ് ടേക്ക് എ ചാൻസ്. അപ്പോൾ ഇവിടെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സെൻറ്റൻസ്. അപ്പോൾ ടേക്ക് കെയർ എന്നുള്ളത് സാധാരണഗതിയിൽ ഒരുമിച്ച് വരുന്ന ഒരു പ്രയോഗമാണ്, ടേക്ക് കെയർ. അപ്പോൾ ടേക്ക് എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറേ കൊളോക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഉദാഹരണത്തിന് റെയിൻ. അപ്പോൾ ശക്തമായ മഴയാണെങ്കിൽ നമ്മൾ ഹെവി റെയിൻ എന്ന് പറയും. അതിന് പകരമായിട്ട് നമ്മൾ സ്ട്രോങ് റെയിൻ എന്നോ ഹാർഡ് റെയിൻ എന്നോ പറയാറില്ല. അപ്പോൾ ഈ ഹെവി എന്നുള്ള വാക്കും റെയിൻ എന്നുള്ള വാക്കും
ചേർത്താണ് പറയാറുള്ളത്. അപ്പോൾ അത് രണ്ടും ചേർന്ന് പോകുന്നതാണ്, അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ്. അത്തരം വാക്കുകളെ, ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളെയാണ് നമ്മൾ കൊളോക്കേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടേക്ക് എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന കൊളോക്കേഷൻസ് ഇവിടെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേക്ക് എ സീറ്റ് എന്ന് പറയാറുണ്ട്, ടേക്ക് ഹാപ്പിനെസ് എന്ന് പറയാറില്ല, ടേക്ക് എ ലുക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ പറയാറുള്ളത് ടേക്ക് റിസ്ക് പറയാറുണ്ട്, ടേക്ക് ചാൻസ് പറയാറുണ്ട്. ബാക്കിയുള്ളത് ഈവനിങ്, അതുപോലെ നോയ്സ്, ഹാപ്പിനെസ്, ഇതിൻ്റെ കൂടെ സാധാരണഗതിയിൽ നമ്മൾ ടേക്ക് ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പം അതിൻ്റെ ഉപയോഗിക്കുന്നത് മാത്രം ടിക്ക് ചെയ്യുക. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കുക. ഒരു സ്റ്റോറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറി ഹാവ്, ഡു, മേക്ക് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ പീസ്ഫുൾ ലിറ്റിൽ ടൗൺ ദർ ലിവ്ഡ് എ യങ് ഗേൾ നെയിം ശ്രുതി. അപ്പോൾ ഒരു ടൗണിൽ ശ്രുതി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഷീ ലൈക്ഡ് പെയിൻറ്റിങ് ആൻഡ് വാസ് നോൺ ഫോർ ഹർ പ്രോംപ്റ്റ്നെസ്. അപ്പോൾ അവർക്ക് പെയിൻറ്റിങ് വളരെ ഇഷ്ടമായിരുന്നു. എവറി ഡേ ആഫ്റ്റർ സ്കൂൾ ഷീ വുഡ് ഡു. അപ്പോൾ അവിടെ ചേർക്കേണ്ടത് ഡു ആണ്. ഈ റെഡ് ലെറ്ററിലുള്ളതൊക്കെ ഇവിടെ ചേർത്തുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഷീ വുഡ് ഡു ഹർ ഹോംവർക്ക് ബിഫോർ ഹർ പാരൻസ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. ഷീ ഈവൻ ഹെൽപ്ഡ് ഹർ പാരൻസ് ടു ഡു ലോണ്ട്രി ഓൺ സൺഡേയ്സ്. അപ്പോൾ വീട്ടുകാരെയൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടുകാർ വരുമ്പോഴേക്കും ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. വൺ സൺഡേ മോർണിംഗ് ശ്രുതി വോക്ക് അപ്പ് എക്സൈറ്റഡ്. ഷീ വാണ്ടഡ് ടു മേക്ക് ഹർ ബെഡ് നീറ്റ്ലി ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിടുകയായിരുന്നു. ഷീ വാസ് ഡിറ്റർമിൻഡ് ടു കീപ്പ് ഹർ റൂം നീറ്റ് ആൻഡ് ടൈഡ് ആൻഡ് കുഡന്റ് വെയിറ്റ് ടു സ്റ്റാർട്ട് പെയിൻറ്റിംഗ് നടത്തണമെന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ സ്കൂൾ ദാറ്റ് ഡേ ശ്രുതി റിട്ടേൺ ഹോം ആൻഡ് ഡിസൈഡ് ടു മേക്ക് എ കോൾ ടു ഹർ ആർട്ട് ടീച്ചർ ഫോർ സം ഗൈഡൻസ്. അങ്ങനെ ആർട്ട് ടീച്ചറിനെ വിളിച്ച് ചോദിക്കാമെന്ന് തീരുമാനിക്കുന്നു. ഓൾ ഹർ ടീച്ചേഴ്സ് ഹാഡ് ഹോപ്സ് ഫോർ ശ്രുതീസ് കരിയർ. ശ്രുതിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇൻ ദ ഈവനിങ് ശ്രുതി ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വിത്ത് ഹർ ഫാമിലി. വൈകുന്നേരങ്ങളിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ചായ കുടിക്കും. വൺ ഡേ ശ്രുതീസ് പാരൻസ് ടോൾഡ് ഹർ ദേ വർ ഗോയിങ് ടു ഹാവ് എ ബിഗ് പാർട്ടി ടു സെലിബ്രേറ്റ് ഹർ അച്ചീവ്മെൻറ്റ്സ് ഇൻ പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിൽ ഇവൾക്ക് കിട്ടിയ സമ്മാനം അല്ലെങ്കിൽ ബഹുമതി അത് ഒന്ന് ആഘോഷിക്കണമെന്ന് വീട്ടുകാർ തീരുമാനിക്കുന്നു. She felt grateful to her loving parents and their unwavering support. അപ്പോൾ ഇവിടെ ഈ റെഡ് ലെറ്ററിലുള്ള വാക്കുകളൊക്കെ ചേർത്തുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ലെറ്റ്സ് മീറ്റ് സം മോർ വേർഡ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹു ലവ്സ് ടു ഹാങ് ഔട്ട് വിത്ത് ഗെറ്റ്, കീപ്, കം ആൻഡ് ഗോ. അപ്പോൾ ഈ ഗെറ്റ്, കീപ്, കം, ഗോ എന്നീ വാക്കുകളോട് സാധാരണ ചേരുന്ന വാക്കുകൾ, കൊളോക്കേഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ രീതിയിൽ എഴുതാം. ഗെറ്റ് ആംഗ്രി, ഗെറ്റ് ടുഗെദർ, ഗെറ്റ് ലോസ്റ്റ്, ഗെറ്റ് എക്സൈറ്റഡ്, ഗെറ്റ് ഹെൽപ്പ്, ഗെറ്റ് റെഡി, ഗെറ്റ് ഫിറ്റ്. കീപ്പുമായിട്ട് ചേർന്ന് പോകുന്ന വാക്കുകൾ കീപ്പ് എ പ്രോമിസ്, കീപ്പ് യുവർ വേർഡ്, കീപ്പ് കാം, കീപ്പ് ട്രാക്ക്, കീപ്പ് ഡിസ്റ്റൻസ്, കീപ്പ് ക്വയറ്റ്, കീപ്പ് സേഫ്. കം ടു ആൻ എഗ്രിമെൻറ്റ്, കം ബാക്ക്, കം ഹോം, കം അലോൺ, കം ഫോർവേഡ്, കം ഇൻ പീസ്, കം ടു ദ പാർട്ടി. ഗോ ഓൺലൈൻ, ഗോ അവേ, ഗോ ഔട്ട്, ഗോ ഷോപ്പിംഗ്, ഓൺ എ ട്രിപ്പ്, go on a trip, go to school, go for a work. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ബട്ട് ഹി ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലേയേഴ്സ് ആൻഡ് ഹി തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്യാരക്ടർ ആസ് ഗുഡ് ആസ് ഇന്ത്യാസ് ഫേമസ് പ്ലേയേഴ്സ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ആസ് ഡാഷ് ആസ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഏകദേശം തുല്യമാണ്, ഒരേപോലെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആസ് ഡാഷ് ആസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ റോസ് ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ ലോട്ടസ്. എ റോസ് ചെടി എന്ന് പറയുന്നത്, അല്ല റോസാപ്പൂ എന്ന് പറയുന്നത് ലോട്ടസ് പോലെ തന്നെ അത്രയും തന്നെ ഭംഗിയുള്ളതാണ് എന്ന് പറയും. ഡൽഹി ഈസ് ക്രൗഡഡ്, മുംബൈ ഈസ് ക്രൗഡഡ്. അപ്പോൾ ഡൽഹിയിൽ നല്ല ആൾത്തിരക്കുള്ള സ്ഥലമാണ്, മുംബൈയും ആൾത്തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഡൽഹിയും മുംബൈയെ പോലെ തന്നെ ക്രൗഡഡ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഡൽഹി ഈസ് ആസ് ക്രൗഡഡ് ആസ് മുംബൈ. എ ഫ്ലവർ ഗാർഡൻ ഈസ് ആസ് റിഫ്രഷിംഗ് ആസ് എ കൂൾ ബ്രീസ്. കേക്ക് ഈസ് ആസ് ഡെലീഷ്യസ് ആസ് ചോക്ലേറ്റ്. ദിസ് പസിൽ ഈസ് ആസ് ട്രിക്കി ആസ് മൈ മാത്ത് ഹോംവർക്ക്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ആസ് ഡാഷ് ആസ് ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇത് അത്രയും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ആസ് ഡാഷ് ആസ് ഉപയോഗിക്കുന്നു.
എ കാർ ഡാഷ് ആൻ എയറോപ്ലെയിൻ ഫാസ്റ്റ്. അപ്പോൾ കാറ് എയറോപ്ലെയിൻ്റെ അത്രയും വേഗതയുള്ളതല്ല. എ കാർ ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ആൻ എയറോപ്ലെയിൻ. അതുപോലെ ബാക്കിയുള്ള എക്സാമ്പിളുകളും എഴുതുക. എ ചാറ്റ് ഈസ് നോട്ട് ആസ് ഫോർമൽ ആസ് പബ്ലിക് സ്പീച്ച്. ഓട്ടം ഈസ് നോട്ട് ആസ് കോൾഡ് ആസ് വിന്റർ. ദ മൂൺ ഈസ് നോട്ട് ആസ് ബ്രൈറ്റ് ആസ് ദി സൺ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഒരു കോൺവെർസേഷനാണ്. ഈ ഒരു കോൺവെർസേഷൻ വായിച്ചതിന് ശേഷം പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് യൂസ് ടു മേക്ക് സജഷൻസ്. നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് താഴെ എഴുതുക. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെറ്റ്സ് വർക്ക് ടുഗെദർ. അപ്പം മറ്റ് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ അബൌട്ട് ക്ലീനിങ് ദ പാർക്ക്. വി ഷാൾ ഓൾസോ തിങ്ക് ഓഫ് പ്ലാന്റിങ് സം ട്രീസ്. വാട്ട് അബൌട്ട് conducting an awareness program on environmental pollution. I suggest making posters to make people aware of drug abuse. Shall we collect some books and learning materials for students who need them? That's a good way to get more people involved. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കോൺവെർസേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. There is a discussion in Namida's class on making a school eco-friendly. The teacher asks students to give more suggestions. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമിതയുടെ ക്ലാസ്സിൽ ഈ സ്കൂൾ എങ്ങനെ പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ ഇക്കോ ഫ്രണ്ട്ലി ആക്കാവുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ കുട്ടികളോട് ടീച്ചർ ചോദിച്ചു, ചില നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചു. അപ്പം നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാൻ പറ്റുക, അതിൻ്റെ ചില ക്ലൂവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊമോട്ട് റീയൂസബിൾ ലഞ്ച് ബോക്സസ് ആൻഡ് ബോട്ടിൽസ്, ഇൻസ്റ്റാൾ സോളാർ പാനൽസ്, സെറ്റപ്പ് കമ്പോസ്റ്റിംഗ് ബിൻസ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സജഷൻസ് പറയാം. അതുപോലെ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് എഴുതാം? ക്വസ്റ്റ്യൻസ് എഴുതുന്ന വാട്ട് ഡു യു തിങ്ക് അബൌട്ട് റെഡ്യൂസിങ് പ്ലാസ്റ്റിക് യൂസേജ് ഇൻ അവർ സ്കൂൾ? വാട്ട് അബൌട്ട് പ്രൊമോട്ടിംഗ് റീയൂസബിൾ ലഞ്ച് ബോക്സസ് ആൻഡ് ബോട്ടിൽസ്? മേ ഐ സജസ്റ്റ് ഇൻസ്റ്റാളിംഗ് സോളാർ പാനൽ ഓൺ ദ സ്കൂൾ റൂഫ്? ഷാൽ വി സെറ്റ് അപ്പ് കമ്പോസ്റ്റിംഗ് ബിൻസ് ഇൻ ദ കഫ്റ്റീരിയ? Why not organize a cleanup drive in our local community? How about conducting workshops on environmental awareness? Why don't we create a recycling program for paper and plastic? അപ്പോൾ ഇങ്ങനെ കുറേ സജഷൻസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, അത്രയും ആക്ടിവിറ്റികളാണ് നമുക്ക് ഈ യൂണിറ്റിലുള്ളത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.